ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ പൂർണ്ണമായും അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണോസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിനെ പൂർണ്ണമായും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ വർക്കിനെയും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അവർ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെപ്പോലെ ഇമോഷണലായിട്ട് മാത്രം അവർ ചിന്തിക്കുന്നില്ല, പക്ഷേ അവർ കുറച്ച് പ്രാക്ടിക്കൽ കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പെയിൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ചില വാക്ക് തർക്കങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, വായിൽ തോന്നുന്ന പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ വായിൽ തോന്നുന്ന പറയുന്നത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഹൃദയം വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് സ്നേഹക്കുറവായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല. സ്നേഹം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അവരുടെ വായിൽ തോന്നുന്ന പറയുകയും നല്ല രീതിയിൽ നിങ്ങളോട് വഴക്കിടുന്നതായിട്ടുള്ള ഒരു സ്വഭാവം കാണുന്നുണ്ട്. ദേഷ്യം വരുമ്പോഴത്തേക്ക് അവർ ഒന്നും നോക്കാറില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണെന്നോ അവർക്ക് എന്തുമാത്രം വേദനിക്കുമെന്നോ ഒന്നും നോക്കാതെ തന്നെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണോസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ ഒരുപാട് അട്രാക്റ്റഡ് ആണ്. പക്ഷേ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് വിചാരിക്കരുത്. എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻ തേർഡ് പാർട്ടി റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എന്ത് മെസ്സേജാണ് വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നോ സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികമായി ഇടപാടുള്ളവർക്ക് മാത്രം ആ ഒരു എനർജി എടുക്കാവുന്നതാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അവരിപ്പോൾ കൺഫ്യൂഷനിലാണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ വേണ്ടയോ, നിങ്ങളോട് ഇഷ്ടം പറയണമോ, നിങ്ങളെ കോൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൂടെയാണ് അവരിപ്പോൾ പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു കാർഡ് വെക്കുന്നുണ്ട്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മാനസികാവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. ഓക്കെ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഈ പറഞ്ഞതും നിങ്ങൾക്കിത് റെസനേറ്റ് ആകും. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ഉള്ളത്. ഡിവൈനായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനിപ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും എന്തൊക്കെ രീതിയിൽ അതിനെ മാറ്റി നിർത്തിയിരുന്നാലും ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു ചിന്ത, ആ ഒരു സ്നേഹം അവസാനിക്കുന്നതായി കാണുന്നില്ല. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇതൊരു അഡിക്ഷൻ പോലെയാണ് നിങ്ങളുടെ ബന്ധം പോകുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ അവർക്ക് അഡിക്ഷനാണ്.
പേഴ്സൺ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എത്രയൊക്കെ അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചിരുന്നാലും അതൊന്നും സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, ഒരുപാട് മിസ്സ് ചെയ്യുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഈ രണ്ട് കാർഡ്സിലും വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ് ഫസ്റ്റ് കാർഡ് എന്താണ് പ്രപഞ്ചശക്തി പറയുന്നത്? ഓക്കെ, 6 ഓഫ് കപ്പാണ്. 6 എന്ന് പറയുമ്പോൾ തന്നെ ഡീപ്പ് റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സ്ട്രഗിളുകളുണ്ട്, ബാലൻസ് തെറ്റിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ, ഒരുപാട് ലോയലായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത്രത്തോളം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പൊസസീവും ഇവിടെ കാണുന്നുണ്ട്. ഡോഗി എന്ന് പറയുമ്പോഴത്തേക്ക് പൊസസീവിൻ്റെ നല്ല എനർജി ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, നല്ല ഡോഗിയാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് രണ്ടാമത്തെ കാർഡ്സിന് എന്ത് ക്ലാരിഫൈ ആണ് തരുന്നത്? ഓക്കെ, നിങ്ങൾ ആ വ്യക്തി ഇല്ലാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകുന്നതായി കാണുന്നില്ല. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ദേഷ്യം വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമെങ്കിലും ആ പറഞ്ഞതിന് ശേഷം വേദനിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അവരില്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അഡിക്ഷൻ തന്നെയാണ് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, റീയൂണിയൻ സാധ്യമാകുമോ എന്നുകൂടി നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് റീയൂണിയൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? ഉടനെ ഒരു കാർഡ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് റീയൂണിയൻ ഉണ്ടോ? ഫസ്റ്റ് റീയൂണിയൻ ഉണ്ട്, സെക്കൻഡും റീയൂണിയൻ ഉണ്ട്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, റീയൂണിയന് കുറച്ച് ടൈം എടുത്തിരുന്നാലും റീയൂണിയൻ ഉണ്ട്. ഓക്കെ, ഇത് എന്തായിരുന്നാലും ലോങ് ടൈം റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സമയമെടുക്കും എങ്കിലും റീയൂണിയൻ ഉണ്ട്, ലോങ് ടൈം റീയൂണിയനാണ്. ഇത് ഉടനും തന്നെ റീയൂണിയനിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഉടൻ തന്നെ ഈ കാർഡ്സുകാർ ഉടൻ തന്നെ അട്രാക്റ്റഡായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് എനർജി. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ്, റീക്കി ആൻഡ് ന്യൂമറോളജി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് ബാക്കപ്പ് പോലെ ഒരു സാമ്പത്തിക സ്രോതസ്സാക്കി ഈ ഒരു ടാരോ കാർഡ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ എന്താണ്, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് നോക്കി അതിൻ്റേതായിട്ടുള്ള റെമഡീസും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉപകാരപ്പെടുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി നൽകുന്നത്. നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സൂം മീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും നൽകുന്നതായിരിക്കും. ഓരോ കാർഡ്സും ഓരോ നമ്പേഴ്സും അതിലെ ഓരോ കളേഴ്സും എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ് ക്ലാസ്സിൻ്റെ പോർഷൻ പോകുന്നത്. നിങ്ങളുടെ സമയം അവൈലബിൾ എപ്പോഴാണോ അതനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം എൻ്റെ വെബ്സൈറ്റിലാണ് ക്ലാസ്സുകൾ മുഴുവനും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 6 മാസം സമയമുണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സമയം എപ്പോഴാണോ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി. 2 മാസമാണ് സൂം മീറ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ പീരീഡ്. ആ ഒരു സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം സൂം മീറ്റിങ്ങിലൂടെയാണ് നിങ്ങളുടെ സംശയങ്ങളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നൽകുന്നത്. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് ഓഫീസ് വർക്കുകളോ മറ്റ് ജോലികളോ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് സാവകാശം നോട്ട്സുകളൊക്കെ എഴുതി പഠിച്ചാൽ മതിയാകും. ഏറ്റവും നല്ലൊരു വഴിയാണ് നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് വരുമാനം. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പഴയ കൊറോണയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ഒരു ബാക്കപ്പ് വരുമാനം ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമാണ്. നിങ്ങൾ
ഈ ടാരോ കാർഡ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ഗ്രോത്ത് വന്നെത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.